ഹായ്, നമസ്കാരം. ഏഹ് ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛന്മാർ അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു 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 ഏഹ്, ഒരു മന്ത്രമുണ്ട്. മന്ത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രാർത്ഥനയാണ്. ഏഹ്, അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ, വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടിയും ശ്വേതവാഹനം ധനഞ്ജയം വിഷ്ണുവും ഭീകരം സർവ്യസാക്ഷി ബീഭത്സവും. ഈ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷെ ഞാനിത് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അങ്ങോട്ട് ക്ലാരിഫൈ ആയില്ല. എവിടേക്ക് എന്തൊക്കെയോ ഒരു പൂർണ്ണത കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിപ്പോഴും ഇപ്പോൾ ചൊല്ലുന്ന ഒരു മന്ത്രമാണ്. ഞാനിത് മന്ത്രമായിട്ടാണ് കാണുന്നത്. ഇതിൽ വലിയ മന്ത്രമായിട്ട് കാണുന്ന ഒരു ആളാണ് ഞാൻ. ഇതല്ല, ഞാൻ ഏതു ചെറിയ ചെറിയ ഒരു പ്രാർത്ഥനയായാലും ഒരു നമ്മൾ പ്രാർത്ഥിക്കുന്ന ഭജനയായാലും എല്ലാം ഞാൻ അതിൻ്റെതായ രീതിയിലും മാത്രമേ ഞാൻ ചൊല്ലുകയുള്ളൂ. ഞാൻ എവിടെ പോയാലും അത് ആ ഒരു റെസ്പെക്റ്റോടെ ചൊല്ലുന്ന ഒരാളാണ് ഞാൻ. അതെ, ഇനി അപ്പോൾ ഞാൻ ഈ ഈ മന്ത്ര ഈ ഈ അർജുനൻ, ഫൽഗുണൻ, അർജുനന്റെ പേരുകളാണിത്. അർജുനൻ എന്ന് പറഞ്ഞ അർജുനനാണ് കുന്തിദേവി അർജുനന്റെ അമ്മ ഇട്ട പേരാണ് അർജുനൻ. അതാണ് ഫസ്റ്റ് പറയുന്നത്. അർജുനൻ. ഫൽഗുണൻ എന്ന് വെച്ചാൽ എല്ലാ ഗുണങ്ങളും ഉള്ളവൻ, ഫൽഗുണൻ. പാർത്ഥൻ. പാർത്ഥൻ എന്ന് വെച്ചാൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തി എന്നാണ് പാർത്ഥൻ. കുന്തിദേവിയുടെ 5 പുത്രന്മാരിൽ ഏറ്റവും കഴിവുള്ള ഒരു ആളാണ് അർജുനൻ. അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ, വിജയൻ. വിജയൻ എന്ന് വെച്ചാൽ എവിടെയും എല്ലായിടത്തും വിജയിക്കുന്നവൻ, വിജയൻ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ. വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീടി എന്ന് വെച്ചാൽ അർജുനന്റെ പിതാവ്. വിശ്രുതമായ പേർ പിന്നെ കിരീടി. കിരീടി എന്ന് വെച്ചാൽ അർജുനന്റെ പിതാവ് അർജുനന് കിരീടം അർജുനനെ വെച്ച് കൊടുത്തത് തലയിൽ. കാരണം കിരീടി എന്ന പേര് വന്നു അർജുനൻ. വിശ്രുതമായ പേർ പിന്നെ എന്ന് വെച്ചാൽ അർജുനന്റെ കൂടെയുള്ള തേരാളികൾ ആണ് ഉദ്ദേശിക്കുന്നത്. വിശ്രുതമായ പേർ പിന്നെ കിരീടി. വിശ്രുതമായ പേർ പിന്നെ കിരീടി. ശ്വേതവാഹനം ധനഞ്ജയൻ വിഷ്ണുവും എന്ന് വെച്ചാൽ ശ്വേതം, കുതിരകൾ, വെള്ളക്കുതിരയിൽ വരുന്ന യോദ്ധാവ്. ശ്വേതവാഹനം ധനഞ്ജയൻ. ധനം എത്രത്തോളമോ അത്രത്തോളം ആർജിച്ചു വരുന്നവൻ, ശ്വേതവാഹനം ധനഞ്ജയൻ. ജിഷ്ണു എന്ന് വെച്ചാൽ
അർജുനൻ ജിഷ്ണു എന്ന് വെച്ചാൽ ഞാൻ പറയാം. ജിഷ്ണു എന്ന് വെച്ചാൽ ഒന്നുമല്ല, ദൈവികമായ ഒരു ഒരു വ്യക്തി എന്ന അർത്ഥമാണ് ജിഷ്ണു എന്നുള്ളത്. ഓക്കെ. ഭഗവാൻ ഇന്ദ്രദേവനിൽ നിന്നും ദിവ്യധനുസ് ആർജിച്ചവൻ. ദിവ്യധനുസ് കിട്ടിയെന്ന് മാത്രമല്ല, ഇന്ദ്രദേവന്റെ പുത്രനും കൂടിയാണ് അർജുൻ. റൈറ്റ്. ശ്വേതവാഹനം ധനഞ്ജയൻ ജിഷ്ണുവും ഭീതീകരം സർവ്യസാക്ഷി ബീഭത്സവും എന്ന് വെച്ചാൽ മഹാഭാരതത്തിൽ ഏറ്റവും ഭീകരനായ യോദ്ധാവ് ആണ് അർജുൻ. ഭീകരൻ, മഹാഭാരതത്തിലെ ഏറ്റവും വലിയ ഭീകരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അർജുനനാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ പുതിയ വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കും ഇപ്പോഴത്തെ യൂത്ത് ജനറേഷൻ, ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കുട്ടികൾക്കും റെസ്പെക്റ്റ് എന്താണെന്ന് അറിയാത്ത കുട്ടികൾക്കും നമ്മൾ കുറെയൊക്കെ നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. റൈറ്റ്. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് പറയുന്ന വീഡിയോ വേറെ ഇടാം. നമ്മുടെ കുട്ടികൾ, നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഒരുപാട് വളരെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ നമ്മൾ